അഞ്ചാമത്തെ ചാപ്റ്റർ വെബ് ഡിസൈനിങ് യൂസിങ് HTML. നമ്മൾ ഇനിയും വെബ് ഡിസൈനിങ് ആണ് ഈ ഒരു പാഠത്തിനകത്ത് മെയിൻ ആയിട്ട് പഠിക്കുന്നത്. നമുക്ക് ഓരോന്ന് നോക്കാം. ആദ്യം ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ്. നമ്മൾ ആദ്യം പഠിക്കുന്നത് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിസ്റ്റ് ഇൻ HTML കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. HTML മെയിൻ ആയിട്ട് 4 തരത്തിലുള്ള ലിസ്റ്റ് ഉണ്ട്. പറഞ്ഞ അൺഓർഡേർഡ് ലിസ്റ്റ്, ഓർഡേർഡ് ലിസ്റ്റ് ആൻഡ് ഡെഫിനിഷൻ ലിസ്റ്റ്. ഇങ്ങനെ 3 തരത്തിലുള്ള ലിസ്റ്റ് ആണ് നമുക്ക് ഇവിടെ HTML അവൈലബിൾ ആയിട്ടുള്ളത് എന്നുള്ളതാണ്. ഓക്കെ, നമുക്ക് നോക്കാം. ആദ്യം നോക്കാം UL എന്ന് പറഞ്ഞാൽ അൺഓർഡേർഡ് ലിസ്റ്റ് എന്നുള്ളതാണ്. ടു ക്രിയേറ്റ് ബുള്ളറ്റഡ് ലിസ്റ്റ്. നമുക്ക് പറഞ്ഞ പോലെ HTML-നകത്ത് ബുള്ളറ്റ് പോയിന്റിൽ നമുക്ക് ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതിന് നമ്മൾ UL ടാഗ് ആണ് ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ്. അതിന്റെ മെയിൻ ആട്രിബ്യൂട്ട് എന്ന് പറയുന്നത് ടൈപ്പ് ആണ്. ടൈപ്പ് എങ്ങനെയൊക്കെയാണ്, ടൈപ്പിന്റെ വാല്യൂസ് ഏതൊക്കെയാണെന്ന് നോക്കി. ഡിസ്ക്, സർക്കിള്, സ്ക്വയർ. കണ്ടോ, നമുക്ക് ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് നമുക്ക് വാല്യൂസ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും. പറഞ്ഞാൽ കണ്ടോ, ബുള്ളറ്റ്, സർക്കിള്, സ്ക്വയർ. ഇങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, വെബ് പേജിൽ നമുക്ക് കോണ്ടന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ള. ബുള്ളറ്റഡ് ഫോർമാറ്റിൽ എന്ത് ചെയ്യാൻ പറ്റും, ഇൻക്ലൂഡ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളത്. അടുത്ത ഓർഡേർഡ് ലിസ്റ്റ്. ടു ക്രിയേറ്റ് നമ്പേർഡ് ലിസ്റ്റ്. നമ്പറിങ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അതിന്റെ ആട്രിബ്യൂട്ട്സ് ടൈപ്പ്, സ്റ്റാർട്ട് ആണ്. ടു സ്പെസിഫൈ ദ ടൈപ്പ് ഓഫ് ന്യൂമറൽ. ഈ പറഞ്ഞ പോലെ എനി വാല്യൂസ് എടുക്കുക എന്നുള്ളത്. ഈ പറഞ്ഞ പോലെ 1, 2, 3 അങ്ങനെ നമുക്ക് കൊടുക്കാൻ പറ്റും. അല്ലെങ്കിൽ റോമൻ ലെറ്ററിൽ കൊടുക്കാൻ പറ്റും, ചെറിയ റോമൻ ലെറ്ററിൽ കൊടുക്കാം, അല്ലെങ്കിൽ അപ്പർ കേസ് ഇംഗ്ലീഷ് ആൽഫബറ്റിൽ കൊടുക്കാൻ പറ്റും, ലോവർ കേസ് ആൽഫബറ്റിൽ കൊടുക്കാൻ പറ്റും. അതാണ് അതിന്റെ ആട്രിബ്യൂട്ട്. അടുത്ത വരുന്ന സ്റ്റാർട്ട് ആണ്. ടു സ്പെസിഫൈ ദ സ്റ്റാർട്ടിംഗ് നമ്പർ. ടു സ്പെസിഫൈ ദ സ്റ്റാർട്ടിംഗ് നമ്പർ. ഉദാഹരണത്തിന് 6ൽ നിന്ന് തുടങ്ങിയാൽ മതി. ഉദാഹരണത്തിന് 6ൽ നിന്ന് തുടങ്ങുക. 6ൽ നിന്ന് തുടങ്ങിയിട്ട് എന്ത് ചെയ്താൽ മതി, അങ്ങനെ ഒരു നമ്പർ, പർട്ടിക്കുലർ നമ്പർ സ്പെസിഫൈ ചെയ്തിട്ട് ഇന്ന നമ്പറിൽ നിന്ന് തുടങ്ങിയാൽ മതി എന്ന് സ്പെസിഫൈ ചെയ്തിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഇത് കൊടുക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. അടുത്ത LI ടാഗ് നോക്കിയേ. ടു സ്പെസിഫൈ ആൻ ഐറ്റം ഇൻ ദ അൺഓർഡേർഡ് ഓർ ഓർഡേർഡ് ലിസ്റ്റ്. LI ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അൺഓർഡേർഡ് അല്ലെങ്കിൽ ഓർഡേർഡ് ലിസ്റ്റിൽ ഉള്ള ഒരു ഐറ്റത്തെ സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് അത് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അത് സാധാരണ ഈ പറഞ്ഞ പോലെ ഈ ടാഗ് പെയറിലാണ് വരുന്നത് എന്നുള്ള. UL ടാഗ് ക്ലോസ് ചെയ്തത്, OL ടാഗ് ക്ലോസ് ചെയ്ത് ഇതിനുള്ളിലാണ്, LI ടാഗിനുള്ളിലാണ് UL OL ഒക്കെ എന്ത് ചെയ്യുന്നത്, നമ്മൾ സ്പെസിഫൈ ചെയ്ത് എഴുതുന്നത് എന്നുള്ളതാണ്. DL ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ്, യൂസ്ഡ് ടു ക്രിയേറ്റ് എ ഡെഫിനിഷൻ ലിസ്റ്റ്. ഒരു പർട്ടിക്കുലർ ഡെഫിനിഷൻ ഒക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ DL ടാഗ് ഉപയോഗിക്കാനായിട്ട് പറ്റും എന്നുള്ളതാണ്. DT ടാഗ് യൂസ്ഡ് ഇൻസൈഡ്. DL ടാഗിനുള്ളിലാണ് DT ടാഗ്. DL ടാഗ് എന്ത് ചെയ്യുന്നത്, DL ടാഗിനുള്ളിലാണ് DT ടാഗ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇൻക്ലൂഡ് ചെയ്യുന്നത് എന്നുള്ളതാണ്. അത് എന്തിനു വേണ്ടിയിട്ടാണ് DT ടാഗ് ഉപയോഗിക്കുന്നത്, ടു സ്പെസിഫൈ ഈച്ച് ഡേറ്റ ഐറ്റം ഇൻ ദ ലിസ്റ്റ്. ഒരു പർട്ടിക്കുലർ ലിസ്റ്റിനുള്ളിലെ ടേമോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ ഐറ്റമോ നമുക്ക് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് DT ടാഗ് എന്ത് ചെയ്യുന്നത്, ഉപയോഗിക്കുന്നത് എന്നുള്ളത്. അത് എഴുതുന്നത് നമ്മൾ DL ടാഗിനുള്ളിലാണ് എഴുതുന്നത് എന്നുള്ളതാണ്. ഞാൻ ലിസ്റ്റ് ആയിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. എനിക്ക് തോന്നുന്നു അൺഓർഡേർഡ് ലിസ്റ്റ് ഞാൻ പറഞ്ഞ ബുള്ളറ്റ് മാർക്സിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നതാണ്. അതിന്റെ ആട്രിബ്യൂട്ട് ടൈപ്പ് ആണ്. അത് ഡിസ്ക്, സർക്കിൾ, സ്ക്വയർ എന്ന് പറയുന്ന വാല്യൂസ് ഉണ്ട്. നമ്മൾ ഡിസ്കിലോ അല്ലെങ്കിൽ സർക്കിളിലോ നമുക്ക് എങ്ങനെ ഈ ബുള്ളറ്റ് മാർക്സിൽ ഇങ്ങനെ ചെയ്യാൻ പറ്റും, ഓരോ ഐറ്റംസ് എന്ത് ചെയ്യാൻ, ലിസ്റ്റ് ചെയ്യാനായിട്ട് പറ്റും എന്നുള്ളതാണ്. ഓർഡേർഡ് ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്പേർഡ് ആൽഫബറ്റിലോ അല്ലെങ്കിൽ നമ്പറിങ്ങിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ട് പറ്റുന്ന. അതിന്റെ ടൈപ്പ് വരുമ്പം ന്യൂമറൽ ടൈപ്പോ ഏത് ആൽഫബറ്റിലോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓരോ ഐറ്റംസ് ഇങ്ങനെ ലിസ്റ്റ് ചെയ്യാം. 1, 2, 3 ഇങ്ങനെ പറഞ്ഞ്, അല്ലെങ്കിൽ റോമൻ ലെറ്ററിൽ അല്ലെങ്കിൽ അപ്പർ കേസിലോ ലോവർ കേസ് ലെറ്റേഴ്സിലോ ഒക്കെ എന്ത് ചെയ്യാം, അങ്ങോട്ട് താഴോട്ട് 5, 6, 7 അങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ടാണെങ്കിൽ അങ്ങനെ ഒരു നമ്പർ സ്പെസിഫൈ, ഇന്നോർഡേർഡ് ലിസ്റ്റ് സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ടാഗ് പെയറിനുള്ളിലാണ് നമ്മൾ അത് കാണിക്കുന്നത്. ഈ LIക്കകത്താണ് സത്യത്തിൽ OL ഒക്കെ വരുന്നത് എന്നുള്ള, ഓർഡേർഡ് ലിസ്റ്റ്, അൺഓർഡേർഡ് ലിസ്റ്റ് ഒക്കെ വരുന്നത്. ഇത് മെയിൻ ആയിട്ടും കണ്ടെയ്നർ ടാഗ് ആണ്. ഓപ്പൺ ചെയ്ത് ക്ലോസ് ചെയ്യണം. UL ടാഗും OL ടാഗും. DL ടാഗ് ഡെഫിനിഷൻ ലിസ്റ്റ് ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ്. ഒരു പർട്ടിക്കുലർ ഇതിന്റെ ഒരു ഡെഫിനിഷനോ മറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ക്രിയേറ്റ് ചെയ്യാനായിട്ടാണ് DL ടാഗ് ഉപയോഗിക്കുന്നത്. DT എന്താണ്, DT ഞാൻ ഈ പറഞ്ഞ പോലെ DL-നുള്ളിലാണ് എഴുതുന്നത് എന്നുള്ളതാണ്. അതൊരു ടേം ഡിഫൈൻ ചെയ്യാനായിട്ട്, ഒരു പർട്ടിക്കുലർ സ്പെസിഫൈ ചെയ്യാനായിട്ടാണ് DT ടാഗ് ഉപയോഗിക്കുന്നത്. DD ടാഗ് ഞാൻ പറഞ്ഞ പോലെ DT കഴിഞ്ഞിട്ടാണ് എഴുതുന്നത്. ആ ടേമിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് DT ടാഗ്
ഡി ഡി ടാഗ് ഉപയോഗിക്കുന്നത് എന്നുള്ളത്. ഡി ടി ടാഗ് ആ ടേം സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഡി ഡി ടാഗ് എന്തിനു വേണ്ടിയിട്ടാണ്? ആ ടേമിനെ ഡിസ്ക്രൈബ് ചെയ്യാനായിട്ടാണ് ഉപയോഗിക്കുന്നത്. നെസ്റ്റഡ് ലിസ്റ്റ് വരുമ്പം ഒരു ലിസ്റ്റിനുള്ളിൽ മറ്റൊരു ലിസ്റ്റ് എഴുതുന്ന ആ ഒരു ഇതാണ് സത്യത്തിൽ എന്തെന്ന് പറഞ്ഞാൽ നെസ്റ്റഡ് ലിസ്റ്റ് എന്ന് പറയുന്നത്. ഒരു ഓർഡേഡ് ലിസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യാം. ഓർഡേഡ് ലിസ്റ്റ് അൺഓർഡേഡ് ലിസ്റ്റ് ഒരു നെസ്റ്റഡ് ടാഗ് ആണെന്ന്, നെസ്റ്റഡ് ഇതാണെന്ന് നമുക്ക് പറയാൻ പറ്റും. നെസ്റ്റഡ് ലിസ്റ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റും. ഓക്കെ, നമുക്ക് ഇതുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നിർത്താം. ബാക്കി നമുക്ക് അടുത്ത ദിവസം എടുക്കാം. ഇന്ന്